ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിർത്തിയാൽ എന്താ എന്ന് ആലോചിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ യൂട്യൂബ് ചാനൽ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, ആദ്യം ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി, അല്ലെങ്കിൽ എത്ര പൈസ നിങ്ങൾക്ക് വരുമാന മാർഗം എന്ന് ചോദിക്കും. പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ, ഞാനിപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 3 വർഷത്തോളമായി. പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ആണല്ലോ യൂട്യൂബ്. നമ്മളത് ആളുകളിലോട്ട് എത്തിക്കുന്നതിന് ഒരുപാട് കടമ്പകൾ കിടക്കണം. നമ്മളൊരു യൂട്യൂബുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കറിയാം അതിന് എന്തുമാത്രം എഫേർട്ട് ഉണ്ടെന്നുള്ളത്, അല്ലേ? നമ്മളൊരു വീഡിയോ എടുത്തിട്ട്, ഒരു ഷോർട്ട് വീഡിയോ എടുത്താലും ഒരു ലോങ് വീഡിയോ എടുത്താലും അതിനകത്തുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെ ചെയ്യാമോ, അതായത് നമ്മൾ ചെറിയൊരു സാധാരണക്കാരെന്ന് വെച്ചാൽ ഒരു മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോണിലാണ് വീഡിയോ പിടിക്കുന്നത്. ആ ഒരു മൊബൈലിനകത്തുള്ള പരിധികൾ വെച്ചിട്ടല്ല നമ്മൾ എന്തുമേ കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 50 പേര് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. പക്ഷെ നമുക്ക് 50 പേര് കണ്ടാൽ പോരാ. നമ്മുടെ ചാനൽ ക്ലിക്ക് ആവണമെങ്കിൽ അത് ഒരുപാട് ജനങ്ങളിലോട്ട് പോകണം. വ്യൂ ആണ് അത്യാവശ്യം, ഒരു വീഡിയോയ്ക്ക് വ്യൂ ആണ് അത്യാവശ്യം. പക്ഷേ ആ ഒരു 50 പേര് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു യൂട്യൂബിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനും അതുപോലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരു 10, 50, 100 ഒക്കെ വരുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ 1K നോക്കിയിരിക്കും, 1K ആകുന്നു. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു ക്ലാരിറ്റി, ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു തമ്പനെയിൽ, ഇതൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കിട്ടുന്നത്. അപ്പോൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്നും ചെയ്യുമ്പം നമുക്കറിയാം എന്തുമാത്രം അതിന് ഇതുണ്ടെന്നുള്ളത്. അപ്പം നമ്മളോട് പൈസ കിട്ടിയോ അല്ലെങ്കിൽ ഇത്രയും വരുമാന മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും. നേരെ മറിച്ചിട്ട് പിന്നെ ഇതിൻ്റെ പുറകെ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എത്ര നാൾ കാത്തിരിക്കണം, വേറെ ജോലിയൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം നമുക്കത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മളതിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ളവരോട് പറയാനുള്ളതാണ്, നമ്മളോട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളിതുകൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് ഒരു സമയത്ത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സമയത്ത് നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടും. അത് ഉറപ്പുള്ള കാര്യമല്ല. ചാനൽ നിർത്തി പോകാമെന്നും പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി പേര് ചാനൽ ഉണ്ട്. കാരണം അവരുടെ ആ ഒരു ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അവരോടും കൂടെ ഞാൻ പറയുകയാണ്, നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് എന്താ വീഡിയോ, നമ്മളിപ്പോൾ പുറത്ത് പോയി, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്ത് പോയൊരു വീഡിയോ എടുക്കാൻ എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാനിവിടെ ഒരു വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും വെളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി നാട്ടിലുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാം, ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. അല്ലാതെ നമ്മൾ പുറത്ത് പോയി ഒരു വീഡിയോ ഒന്നും എടുക്കുന്ന ആളല്ല. പിന്നെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എടുക്കും, ഓക്കെ. അപ്പം നമ്മുടെ വീട്ടിലുള്ള കുക്കിംഗ് വീഡിയോസോ, നമ്മുടെ മക്കളുമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ, അങ്ങനെ എന്തെങ്കിലും ചെറിയ വീഡിയോകൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പം നമുക്ക് എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട് എന്ന് കരുതി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ്, പില്ലൻറ്റർ വന്നതാണ്, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞാണ് എന്ന് കരുതി എൻ്റെ കയ്യിൽ എനിക്ക് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഡോളേഴ്സ് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് $100 ആവാതെ ഫസ്റ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് പോളിസീസ് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കണം. കുറച്ചുകൂടെ നമ്മൾ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്നൊരു വരുമാന മാർഗം കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ
നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി, നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി ഒരു പരിധിക്കുള്ളിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ആ ഒരു തിരക്കിനിടയ്ക്കൂടെ നമ്മൾ വീഡിയോ എടുക്കണം, അതിൻ്റെ പുറകെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ചിലപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ പറ്റത്തില്ല, ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ പിന്നെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. ഷോർട്ട് വീഡിയോസിന് നമുക്ക് അത്രയും പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ലോങ് വീഡിയോയെക്കാട്ടിൽ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കേട്ടോ. അതൊരു ഞാൻ പുതിയ വീഡിയോസ് തുടങ്ങുന്ന ആൾക്കാരോട് പറയുവാണ്, പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വ്യൂ ഉണ്ട്, സബ്സ്ക്രൈബേഴ്സും കിട്ടും കേട്ടോ. അത് എനിക്ക് മനസ്സിലായതാണ്, എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. പിന്നെ എന്താ പറയണ്ടത്, നമ്മൾ നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത്. നമ്മളെ വിമർശിക്കുന്നവരോട് നമ്മൾ അവർ വിമർശിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളായിട്ട് നിൽക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പുറമോട്ട് പോകാതിരിക്കുക. കാരണം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നതാവണം, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ വേറൊരു ആഗ്രഹം പറയും, അത് കഴിയുമ്പോൾ വേറൊരു ആഗ്രഹങ്ങൾ. അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരാരുമില്ല ഈ ഭൂമിയിൽ, ഒരു മനുഷ്യരില്ല ആഗ്രഹങ്ങളില്ലാത്ത. പക്ഷേ ഈ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല. ഏതെങ്കിലും നമ്മളൊരു 10 കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അങ്ങേ അറ്റം പോയ 2 കാര്യമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ജീവിതം. പിന്നെ നമ്മൾ അതിൽ നിന്ന് കരകയറി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലെത്തണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. ഏതൊരു കാര്യമായാലും നമുക്ക് കുറച്ച് സമയമെടുക്കും, ശരിയായി പറഞ്ഞു. പക്ഷേ നമ്മളത് കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോയി നമുക്കത് ശരിയാകും എന്നൊരു വിശ്വാസം വേണം കേട്ടോ. നമ്മളിപ്പം ആരും എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വേറെ ജോലിയില്ലോ, നിങ്ങൾക്ക് സമയം കളയാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടായോ എന്നൊക്കെ ചോദിക്കുന്നവരോടൊന്ന് നമ്മൾ ആ ശരി എന്ന് പറഞ്ഞു വിടുക. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിപ്പം ഞാനിപ്പം യൂട്യൂബിനകത്ത് ഒരുപാട് പേര് അങ്ങനെ ചാനൽ നിർത്തി പോവുക, പ്രത്യേകിച്ച് വ്യൂ ഇല്ല, വരുമാന മാർഗ്ഗം ആവുന്നില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നവരോട് പ്രത്യേകിച്ച് പറയുകയാണ്, ഞാനും 3 വർഷത്തിന് മുകളിലായി ഇതിൽ പുറകെ വരുന്നത്. എനിക്കും വിശ്വാസമുണ്ട്, എൻ്റെ കയ്യിൽ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്നുള്ളത്. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക, വീഡിയോസ് ഇടുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് നമ്മുടെ ചാനലൊക്കെ ക്ലിക്കാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആരും കുഞ്ഞ് പ്ലാറ്റ്ഫോമിൽ ആണെങ്കിൽ പോലും നമ്മളൊരു സമയത്ത് നമ്മളങ്ങ് അതിൻ്റെ ഹൈയിലെത്തും എന്നൊരു വിശ്വാസത്തോടു കൂടി എല്ലാവരും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസ് ഇടുക. ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞു ചാനൽ തൊട്ട് അങ്ങേയറ്റം വലിയ ചാനലുകാരെ വരെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇതൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ആരും വിഷമിക്കേണ്ട, ഞാനും വിഷമിക്കുന്നില്ല. എല്ലാവർക്കും ഒരു സമയത്ത് നമ്മുടെ യൂട്യൂബ് ഒരു വരുമാനം തരുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ആരും വിഷമിക്കേണ്ട, പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. ഈ ഒരു ചെവി കൂടെ കേട്ട് ഈ ഒരു ചെവി കൂടെ കളയുക. അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.